എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവിസ് ഹെഡിന്റെ വെല്ലുവിളിയെ മറികടന്ന് 24 റൺസിന്റെ റെക്കോർഡ് വിജയവുമായി ഇന്ത്യ നൽകിയ 206 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസേ നേടാനായുള്ളൂ. ഹെഡിന്റെ നിർണായക വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മിച്ചൽ മാർഷിനെയും ഗ്ലെൻ മാക്സ്വെല്ലിനെയും പുറത്താക്കി കുൽദീപ് യാദവും നിർണായക പ്രകടനമാണ് ഇന്ത്യക്കായി നേടിയത്. വാർണറിനെ തുടക്കത്തിലെ നഷ്ടമായെങ്കിലും മിച്ചൽ മാർഷ്, ട്രാവിസ് ഹെഡ് കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ പവർപ്ലേ അവസാനിക്കുമ്പോൾ 65-1 എന്ന മികച്ച സ്കോറിലേക്ക് ആണ് എത്തിച്ചത്. മുന്നോട്ട് കുതിക്കുകയായിരുന്ന ഓസ്ട്രേലിയയ്ക്ക് കുൽദീപ് യാദവാണ് രണ്ടാം പ്രഹരം ഏൽപ്പിച്ചത്. 81 റൺസ് കൂട്ടുകെട്ട് നേടിയ മാർഷ് ഹെഡ് സഖ്യത്തെ മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് നേടി കുൽദീപ് ആണ് തകർത്തത്. ബൗണ്ടറി ലൈനിൽ തകർപ്പനൊരു ക്യാച്ചിലൂടെ അക്സർ ആണ് കുൽദീപിന് വിക്കറ്റ് നേടിക്കൊടുത്തത്. 37 റൺസായിരുന്നു മാർഷിന്റെ സംഭാവന. 10 ഓവർ പിന്നിടുമ്പോൾ 99-2 എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ. ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായി അർദ്ധശതകം തികച്ച് ട്രാവിസ് ഹെഡ് ക്രീസിലുണ്ടായിരുന്നു. 41 റൺസ് അതിവേഗത്തിൽ കൂട്ടിച്ചേർത്ത് ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായി മാറുകയായിരുന്ന ഹെഡ്, മാക്സ്വെൽ കൂട്ടുകെട്ടിനെയും കുൽദീപ് യാദവ് തകർത്തപ്പോൾ ഇന്ത്യ മത്സരത്തിൽ മേൽക്കൈ നേടി. 12 പന്തിൽ 20 റൺസായിരുന്നു മാക്സ്വെൽ നേടിയത്. തൊട്ടടുത്ത ഓവറിൽ മാർക്കസ് സ്റ്റോയിനിസിനെ അക്സർ പുറത്താക്കിയപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് 4 വിക്കറ്റ് നഷ്ടമായി. എന്നാൽ ട്രാവിസ് ഹെഡിന്റെ സാന്നിധ്യം ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായി നിലകൊണ്ടു. മത്സരം അവസാന 5 ഓവറിലേക്ക് കടന്നപ്പോൾ 65 റൺസായിരുന്നു ഓസ്ട്രേലിയ നേടേണ്ടിയിരുന്നത്. ജസ്പ്രീത് ബുംറ എറിഞ്ഞ 17 ഓവറിൽ ട്രാവിസ് ഹെഡിനെ ഓസ്ട്രേലിയയ്ക്ക് നഷ്ടമായപ്പോൾ ടീമിന്റെ വിജയപ്രതീക്ഷ അസ്തമിക്കുകയായിരുന്നു. 43 പന്തിൽ 76 റൺസാണ് ഹെഡ് നേടിയത്. ഇതോടെ അവസാന 3 ഓവറിൽ ഓസ്ട്രേലിയയുടെ വിജയലക്ഷ്യം 53 റൺസായി മാറി. മാത്യു വെയ്ഡിനെ അർഷ്ദീപ് പുറത്താക്കിയപ്പോൾ അതേ ഓവറിൽ ഒരു 4ഉം 6ഉം നേടി ഡേവിഡ് ഓസ്ട്രേലിയൻ ക്യാമ്പിൽ പ്രതീക്ഷ നൽകിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ ഡേവിഡിനെ അർഷ്ദീപ് പുറത്താക്കുകയായിരുന്നു. മത്സരത്തിലെ തന്റെ 3ാം വിക്കറ്റാണ് അർഷ്ദീപ് നേടിയത്. അതോടെ ഇന്ത്യ വിജയം ഉറപ്പിച്ചു. മുൻ ഓസീസ് ക്യാപ്റ്റൻ കമിൻസിനും പേസർ സ്റ്റാർക്കിനും യാതൊരു അവസരവും ഇന്ത്യ ഇന്ന് കൊടുത്തില്ല. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയുടെ ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ രോഹിത് ശർമ്മയുടെ 92 റൺസിന്റെ മികവിലാണ് കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ വേൾഡ് കപ്പ് സെമി ഉറപ്പിച്ചു. നാളത്തെ മത്സരത്തിൽ അഫ്ഗാൻ ജയിച്ചാൽ ഇന്ത്യയോടൊപ്പം അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും സെമിയിലേക്ക് യോഗ്യത നേടുന്നത്. അങ്ങനെ വരുമ്പോൾ ഓസ്ട്രേലിയ പുറത്താകും. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.